അതെന്തൊക്കെയാണെന്ന് ഞാൻ അക്കമിട്ട് എനിക്ക് തരുന്ന ആത്മീക വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ പറയും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്ന്, നാം സമാധാനം അനുഭവിച്ച് വേണം ജീവിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് സമാധാനം അനുഭവിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ട്? വളരെ കുറച്ച് പേരെ കൈവക്കെങ്കിലും പകുതി പേർക്കും സമാധാനം അനുഭവിക്കാൻ പറ്റും. പക്ഷെ ബൈബിളിലെ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. സമാധാനം ഇല്ലാത്ത ആർക്കാന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്തോത്രം, അത് നമുക്കൊന്ന് വായിക്കേണ്ടത് ആവശ്യമുണ്ട്. ആ ഒരു വാക്യം വായിക്കത്തുള്ളൂ. പിന്നെ ഞാൻ വേഗത എന്ന ഭാഗത്തിലോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളിച്ചെയ്യുന്നു. അപ്പൊ ആർക്കാ സമാധാനം ഇല്ലാത്തത്? ദുഷ്ടന്മാർക്ക്. നമ്മൾ ദുഷ്ടന്മാരല്ലല്ലോ, ആണോ? അപ്പം നമുക്ക് എന്തുണ്ടാകണം? പറ. സമാധാനം ഉണ്ടാകണം. നമുക്കെന്ത് പ്രശ്നം വന്നാലും നമ്മൾ സമാധാനത്തോടെ ഇരിക്കണം. മനസ്സിലായില്ല? നിങ്ങൾക്ക് എത്ര വലിയ പ്രശ്നം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? സമാധാനത്തോടെ ഇരിക്കണം. കാരണം ദൈവം വേഗത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാ. ഓ ഹല്ലേലൂയ. ദാവീദ് ഒരിക്കൽ തന്റെ സങ്കീർത്തനത്തിൽ പറഞ്ഞു, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ എന്തോ ആക്കണം? സ്വസ്ഥമാക്കണം, പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഒരാമയും പറഞ്ഞാട്ടെ. നീ സങ്കടപ്പെട്ട് കരഞ്ഞ വീട്ടിൽ തന്നെ സമാധാനത്തോടെ ജീവിക്കാൻ പോവാ. അതാ ഇന്നത്തെ ദൂത്. ചില പ്രത്യേക വിഷയം ചിലരുടെ സമാധാനത്തെ കെടുത്തിക്കൊണ്ടിരിക്കുക. അത് കുഞ്ഞിൻ്റെ വിഷയമാകാം. ബൈബിൾ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. ചില വാക്യം ഞാൻ പറയാം. ബൈബിളിലെ ചില വാക്ക റെഫറൻസ് ഒന്നും പറയാൻ പോകുന്നില്ല. റെഫറൻസ് പിന്നെ കണ്ടുപിടിക്കണം. ഞാൻ നിന്റെ ദേശത്ത് സമാധാനം തരും. അടുത്ത കേട്ടോ, നിന്റെ വീട്ടിൽ ഞാൻ സമാധാനം തരും. ബൈബിളിലെ വാക്ക 3, നിന്റെ മക്കളുടെ സമാധാനം വലുതായിരിക്കും. ജീസസ് 4, സഭകൾക്ക് സമാധാനമുണ്ടായി. കണ്ടോ, ദേശത്ത് സമാധാനം, വീട്ടിൽ സമാധാനം, മക്കൾക്ക് സമാധാനം, സഭകൾക്ക് സമാധാനം. ഒരാമയും പറയുന്നില്ല. അപ്പം സമാധാനം ഇല്ലാത്തവരാരാ? ദുഷ്ടന്മാര്. എന്തുവാ? സമാധാനം ഇല്ലാത്തവരാരാ? ദുഷ്ടന്മാര്. ദുഷ്ടന്മാർക്ക് ആരാ ഈ ദുഷ്ടന്മാര്? ദുഷ്ട സ്വഭാവം ഉള്ളവരെല്ലാം ദുഷ്ടന്മാരാ. ദൈവത്തെ അറിഞ്ഞില്ലാത്തതും ദുഷ്ടസ്വഭാവം ഉള്ളവന്മാരെന്തുവാ? ദുഷ്ടന്മാർ. ഈ നിങ്ങൾക്കറിയാം, ഞാൻ ഇച്ചിരി മനസ്സിലാക്കുന്ന ഒരു ഭാഗത്തിലോട്ട് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകാം. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് സദൃശ്യവാക്യം ചമച്ചപ്പം അദ്ദേഹം ഒരു കാര്യം എഴുതി. ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും. ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ. അപ്പൊ ദുഷ്ടൻ എന്തോ ഉണ്ട്? പേടിയുണ്ട്. ദൈവമക്കൾക്ക് എന്തുണ്ടാകാൻ പാടില്ല? പേടി ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. സമാധാനക്കേടുണ്ടാകാൻ പാടില്ല. എന്ത് പ്രശ്നവും സമാധാനത്തോടെ ഡീൽ ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങൾക്ക് സമാധാനം പ്രാപിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങളായിരിക്കും ആ പ്രശ്നം ഡീൽ ചെയ്യുന്നത്. ഒരാമയും പറഞ്ഞാട്ടെ. വെറുതെ ടെൻഷൻ ആകരുത്. എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട്. ഒരിക്കൽ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, പുള്ളി പറഞ്ഞു പുള്ളിക്ക് BP കൂടിയിട്ട് എന്നോട് വന്ന് പറയുക, പാസ്റ്ററെ BP കൂടിയിട്ട് സ്തോത്രം ഒരു സൈഡിൽ ചെറുതായിട്ട് സ്ട്രോക്ക് വന്നു, മുഖമൊക്കെ ഒരു സൈഡിലോട്ട് ഇച്ചിരി കോടിയായിരുന്നു. പിന്നെ ഞാൻ സ്തോത്രം ഹോസ്പിറ്റലിലൊക്കെ പോയി ഇച്ചിരിയൊക്കെ ഡോക്ടർ പറഞ്ഞു ഇനി ഏത് സമയത്തും കോടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ടെൻഷൻ അടിച്ച് യോഗത്തിന് മുമ്പിൽ വന്നിരിക്കുമായിരുന്നു. എന്നിട്ട് എന്തോ സംഭവിച്ചു? പാസ്റ്റർ ഇങ്ങനെ കൈ കൊടുത്ത് പറയാൻ പറഞ്ഞപ്പം ഞാൻ അടുത്തിരുന്നാക്ക് കൈ കൊടുത്തേച്ച് പറഞ്ഞു, യേശു സൗഖ്യമാക്കുമെന്ന് പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു, എന്നാൽ ഞാൻ സൗഖ്യമാകാനൊന്ന് പ്രാർത്ഥിച്ചോണേ. അപ്പം ഈ പുള്ളി ചോദിച്ചു വല്ല വിഷയമുണ്ടോ എന്ന് ചോദിച്ചപ്പം പുള്ളിയുടെ 3 രോഗം പറഞ്ഞപ്പം ഈ പുള്ളിയുടെ സ്ട്രോക്ക് എതിരെ പോയെന്നറിയത്തില്ല. പുള്ളി പറയാം, എടാ എന്നെക്കാട്ടി അടിപൊളിയായിട്ട് ലൂയിസ് ഫിലിപ്പിൻ്റെ ഷർട്ടും ലൂയിസ് ഫിലിപ്പിൻ്റെ പാൻറ്റും ഇട്ട് അടിപൊളി ബെൽറ്റും കെട്ടി അടിപൊളി ഷൂ ഒക്കെ ഇട്ട് റാഡോടെ വാച്ചും കെട്ടി ഗമയോടിരിക്കുന്നവന് എന്നെക്കാട്ടി 5 ഇരട്ടി അസുഖം ഉണ്ട്. ഞാൻ എത്ര ഭാഗ്യാനാ. ചില വാക്ക് മതി ചിലരുടെ അകത്ത് സമാധാനം വരാൻ. ഞാനൊരു പ്രവചനം നിങ്ങളോട് പറയുക. അല്പജല ദിവസത്തിനകത്ത് ചില വിഷയത്തിൽ വലിയ സമാധാനം നിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയാ. അതാ ഇന്നത്തെ ദൂത്. ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ദുഷ്ടന്മാർക്ക് എന്തില്ല?
സമാധാനമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ നമ്മുടെ ഇടയിൽ ദുഷ്ടന്മാരുണ്ടോ? ഇല്ല. ഇനി ഞാൻ ആദ്യം അങ്ങ് പറയുവാണേ, പിന്നുണ്ടെന്ന് പറയുവേ. അങ്ങനെ ദൂത് വരാൻ പോകുന്നു. അപ്പം ദൈവത്തിൽ ദുഷ്ടന്മാർ പേടിക്കുന്നത് തന്നെ അവർക്ക് ഭവിക്കും. ശലോമോൻ വേറെടുത്ത് പറയുകയാണ്, ദുഷ്ടന്റെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതിൽ തട്ടി വീഴുമെന്ന് അവൻ അറിയുന്നില്ല. എന്തുകൊണ്ടാണ് ദുഷ്ടന് പേടി വരാൻ കാരണം? അവൻ്റെ വഴി അന്ധകാരമാണ്. പക്ഷെ ദൈവമക്കളുടെ വഴി എന്തുവാ? പ്രകാശവാ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും, ബാക്കി പറ, എൻ്റെ പാതയ്ക്കും. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നിന്റെ പാത പ്രകാശിക്കുന്ന പാതയാണ്. ഹല്ലേലൂയ.